രാഹുൽ മാങ്കൂട്ടത്തിലിനെ തൊടാൻ സാധിക്കില്ലെന്ന് കട്ടായം പറയുകയാണ് രാഹുലിന്റെ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകിയതെന്ന് പറഞ്ഞ് ജോർജ് പൂന്തോട്ടം മുഖ്യമന്ത്രിയും ചാനൽ മുതലാളിയുമാണ് ഇതിന്റെ പിന്നിൽ കളിക്കുന്നതെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. LDF സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ നാണം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ രാഹുലിന്റെ കേസ് കുത്തിപ്പൊക്കുകയാണ് ചെയ്തതെന്നും അഭിഭാഷകൻ പറയുന്നുണ്ട്. CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രതികളാക്കി അറസ്റ്റ് ചെയ്ത് ജനമധ്യത്തിൽ ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നത്. അപ്പോൾ ജനശ്രദ്ധ തിരിക്കാൻ എന്തെങ്കിലും ഒരു മസാല വേണം. ആ മസാലയ്ക്ക് ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ സഹായത്തോടെ നടത്തുന്ന നാടകമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ എന്നും പറയുന്നുണ്ട്. കഴിഞ്ഞ 3 മാസമായിട്ട് ഒരു ഹൈപ്പ് ഉണ്ടാക്കി എവിടെയോ വെച്ച് റെക്കോർഡ് ചെയ്ത സാധനം ചില തിയേറ്ററിൽ കാണിക്കുന്ന പോലെ ബിറ്റായിട്ട് കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. പുറത്തു വന്ന ചാറ്റുകളും സംഭാഷണവും രാഹുലിൻ്റെതാണ് എന്ന് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? ആരെങ്കിലും ഇത് ക്രോസ് വെരിഫൈ ചെയ്തോ? രാജ്യത്തെ എത്രയോ ബലാത്സംഗവും ഗർഭചിത്രവും നടക്കുന്നുണ്ട്. ഇതൊക്കെ മുഖ്യമന്ത്രി നേരിട്ടാണോ പരാതി സ്വീകരിക്കുന്നത് എന്നും ആ സംഭവങ്ങളിലെല്ലാം അസ്വാഭാവികതയുണ്ടെന്നും അഭിഭാഷകൻ പറയുന്നുണ്ട്. പരാതിയെ സംബന്ധിച്ച് ഇപ്പോൾ അറിയാവുന്ന 2 ആളുകളെ എൻ്റെ അറിവുള്ളൂ. ഒന്ന് മുഖ്യമന്ത്രി, 2 ചാനൽ ഉടമ. 2 പേർക്ക് അറിയാവുള്ളൂ. പരാതിക്കാരിയുടെ ഒരാൾ വന്ന് പരാതി പറഞ്ഞാൽ അത് കേസ് രജിസ്റ്റർ ചെയ്താൽ എന്താണ് അവരുടെ പരാതി എന്ന് അറിയണം. ആ പരാതി എന്താണ്, പരാതിയുടെ ഉള്ളടക്കം എന്താണെന്ന് അറിയാതെ ഏത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് പറയാനാവില്ല. ഇപ്പം ഞാൻ ചാനലിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വാർത്തയനുസരിച്ച് പരാതി ആദ്യം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷനാണോ? മുഖ്യമന്ത്രിക്ക് DGPയുടെ പവറുണ്ടോ? സർക്കിൾ ഇൻസ്പെക്ടറുടെ പവറുണ്ടോ? അത് അവിടെ അനുഭവസ്ഥരായ ആളുകൾ ഉള്ളതിൻ്റെ പേരിലാണോ അവിടെ കൊടുത്തത്? അനുഭവ സമ്പത്തുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണോ പദ്ധതി കൊടുത്തത്? അതറിയണ്ടേ? അത് ആ നടപടികൾ അറിയിച്ചിട്ടല്ലേ നമുക്ക് അടുത്ത നടപടിയിലേക്ക് പോകാൻ പറ്റൂ. അങ്ങനെ ഈ രാജ്യത്തുള്ള ആ പരാതിയുള്ള മുഴുവൻ ആളുകളും ആദ്യം മുഖ്യമന്ത്രിയെ കണ്ടിട്ടാണോ പരാതി കൊടുക്കുന്നത്? എനിക്കറിയാവുന്ന ഇപ്പോൾ അതിന് മുമ്പൊരു പരാതി ഉണ്ടായിരുന്നു. സോളാർ കേസുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയുടെ പരാതി അവിടെ വന്ന് മുഖ്യമന്ത്രി നേരിട്ട് സ്വീകരിച്ച് അത് കൊടുത്തതായിട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പരസ്യമായിട്ട് വന്നത് ഇത് കഴിഞ്ഞൊരു 3 മാസമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൈപ്പ് ഉണ്ടാക്കി അന്ന് എവിടെയോ വെച്ച് റെക്കോർഡ് ചെയ്തൊരു സാധനം ഇങ്ങനെ ചില തിയേറ്ററിൽ കാണിക്കുന്ന പോലെ ബിറ്റായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അസ്വാഭാവികത അതല്ലേ? എന്താ പരാതി? പീഡിപ്പിച്ചു എന്നുള്ളതാണോ? ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണോ? അബോർഷൻ നടത്തി എന്നുള്ളതാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്രയും പേരില്ലേ? നിങ്ങളൊക്കെ ഇതുമായി ആയിട്ട് ബന്ധമുള്ള ആളുകളല്ലേ. എന്താണ് പരാതി എന്ന് നിങ്ങൾക്ക് പറയാമോ? ആ വാട്സപ്പ് ചാറ്റിലെ സംഭാഷണം രാഹുലിൻ്റെതാണെന്നുള്ള എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ? നിങ്ങൾ വാട്സപ്പ് ചാറ്റ് ആദ്യം വിട്ടു, രാഹുലിൻ്റെതാണെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് ഇവർ പറയുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളെക്കുറിച്ച് ഇതൊന്നും ആരുടെയിലൊന്നും ക്രോസ് വെരിഫൈ ചെയ്യണ്ടേ? നാടകം തന്നെ. ഇതിപ്പം ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിനെ ഫേസ് ചെയ്യാൻ വയ്യാത്ത പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സംഭവം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നു. ശബരിമല സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രതികളാക്കി അറസ്റ്റ് ചെയ്ത് ജനമധ്യത്തിൽ ഇറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയിൽ ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ ജനശ്രദ്ധ സ്ഥിരീകരിക്കാൻ എന്തെങ്കിലും ഒരു മസാല വേണം. ആ മസാലയ്ക്ക് ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ആളിൻ്റെ സഹായത്തോടു കൂടി നടത്തുന്ന നാടകമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ എന്നാണ് രാഹുൽ എന്നോട് പറഞ്ഞത്. രാഹുൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ട് പരാതി കൊടുക്കുന്നതിന് മാത്രമുള്ള രാജ്യത്ത് എത്രയോ ബലാത്സംഗം നടക്കുന്നു, എത്രയോ ഗർഭഛിദ്രം നടക്കുന്നു, എത്രയോ വീഴ്ചകൾ നടക്കുന്നു. ഇതൊക്കെ മുഖ്യമന്ത്രി നേരിട്ട് എൻ്റർടൈൻ ചെയ്യേണ്ട കേസാണോ? അവിടെ പരിചയമുള്ള ആളുകളാണോ? ഞാൻ അതല്ല പറഞ്ഞത്. ആദ്യത്തെ സംഭവമാണെന്ന് ഞാൻ പറയണില്ല. അതല്ല ഒരു നടപടിക്രമം. അപ്പോൾ അങ്ങനെ അല്ലാതെ നടന്നിട്ടുണ്ടെങ്കിൽ ആ സംഭവങ്ങളിലെല്ലാം അസ്വാഭാവികതയുണ്ട്. ഇതിനു മുമ്പ് അങ്ങനെ ഏതെങ്കിലും ഒരു പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം അസ്വാഭാവികതയുണ്ട്. കേസിലേക്ക് കടന്നാൽ കേസിനെ കേസായി തന്നെ കൈകാര്യം ചെയ്യും. ഇതുവരെ കേസായിട്ടില്ലല്ലോ. 3 മാസമായില്ലേ.
എല്ലാ ചാനലുകളും 3 മാസമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആർക്കും ഇതുവരെ കിട്ടില്ല. ഒരാൾക്ക് മാത്രമല്ലേ എല്ലാം ആദ്യമം കിട്ടുന്നത്. ഒരാൾക്ക് കിട്ടുന്നതല്ലേ ബാക്കിയുള്ള എല്ലാവരും പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പുറത്ത് വന്നതിൽ നിന്ന് എന്തുവാ കുറ്റകൃത്യമാണ്. ഇപ്പം ഞാനിപ്പോൾ 8 മണിക്കത്തെ റിപ്പോർട്ടർ ചാനലിലെ വാർത്ത കണ്ടു. ഏതോ ഒരു കുട്ടിയുടെ ഒരു ശബ്ദം കാണിക്കുന്നു, എനിക്ക് മരിക്കുമ്പോൾ അങ്ങനെയാണ് ഇത്, നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു. ആരാ ഉത്തരവാദി അതിനകത്ത്? ആര് മറുഭാഗത്ത് ആരാ? ഞാൻ നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു സ്ത്രീയെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. രാഹുൽ എന്നോട് സംസാരിച്ചത് എനിക്ക് ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഞാൻ എന്നോട് ഇന്ന് ഇതിനുമായി ബന്ധപ്പെട്ട വാർത്ത വന്നപ്പോൾ എന്നെ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഈ പുറത്തു വന്ന ഓഡിയോയെക്കുറിച്ചോ സ്ക്രീൻഷോട്ടുകളെക്കുറിച്ചോ എന്തെങ്കിലും ഞാൻ ചോദിച്ചില്ല. ഇങ്ങോട്ട് പറയേണ്ട കാര്യമില്ല. എനിക്ക് ഇപ്പോൾ ഈ സ്റ്റേജിൽ അത് ചോദിക്കേണ്ട കാര്യമില്ല. ഈ നിങ്ങൾ എടുക്കുന്ന മൊഴി എന്താണ് അവർ പറയാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാമെങ്കിൽ ഞാൻ എന്താണ് അടുത്ത നടപടി എന്നുള്ള ഇപ്പോൾ പറഞ്ഞുതരാം. നിങ്ങളീ വന്നിരിക്കുന്ന അല്ലെ ഒരു ചാനലിൻ്റെ ആളിനെങ്കിലും അറിയാമായിരിക്കുമല്ലോ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു പരാതിയുടെ ഒരു കോപ്പി തരാൻ. പക്ഷെ പുള്ളി ബുദ്ധിപരമായിട്ട് ഒഴിവായി. നമ്മളൊക്കെ ഈ നാട്ടിലല്ലേ ഇപ്പം സുഹൃത്ത് ജീവിക്കുന്നത്. അക്ഷരം അതിൻ്റെ ഉള്ളടക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടർന്ന് നിയമ നടപടികൾ സ്വീകരിക്കും. അത് ഹൈക്കോടതിയിലായിരിക്കുമോ ജില്ലാ കോടതിയിലായിരിക്കുമോ അതൊക്കെ പിന്നീട് തീരുമാനിക്കേണ്ട വിഷയമാണ്. രാത്രി FIR രജിസ്റ്റർ ചെയ്താൽ അതിൻ്റെ ഉള്ളടക്കം അറിഞ്ഞാൽ തുടർ നടപടികൾ സ്വീകരിച്ചിരിക്കും.